നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഗിന്നസ് പക്രു ശബരിമലയിൽ ദർശനത്തിനെത്തി. അദ്ദേഹം 18 പടി ചവിട്ടിക്കയറി അയ്യനെ ദർശിച്ച് ഇപ്പോൾ മല ഇറങ്ങാൻ പോവുകയാണ്. അല്പസമയം നമ്മോടൊപ്പം അദ്ദേഹം ചേരുന്നു. അജയൻ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ദർശനം? വളരെ നല്ല ദർശനമായിരുന്നു, വളരെ സന്തോഷവാനാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തി, നമ്മുടെ ശബരി ടൂറിസ്റ്റ് ഹോമിൽ താമസിച്ചു. ഇന്ന് രാവിലെ ഒന്നുകൂടെ തൊഴുതു. ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? വളരെ നല്ല മനോഹരമായ കാലാവസ്ഥയാണ്, തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഒരു അനുഭവം തന്നെയുണ്ട്, പ്രത്യേക വൈബ് തന്നെയാണ്. പിന്നെ ഇത്തവണ വളരെ നല്ലൊരു സ്വീകരണം സന്നിധാനത്തിൽ കിട്ടി. ബഹുമാന്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ തന്ത്രി, മേൽശാന്തി, കീഴ്ശാന്തി, ഇവരുടെ എല്ലാം ഒരു പ്രത്യേക സ്നേഹം, ഒരു സ്വീകരണം, പ്രത്യേകം അതിനൊക്കെ നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ അയ്യപ്പ ദർശനം നടത്തി മടങ്ങിപ്പോയതിനു ശേഷം നമ്മൾ ഏത് ഫീൽഡിലാണോ ജോലി ചെയ്യുന്നത് അതിന് പുതിയൊരു ഊർജ്ജം ലഭിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അയ്യപ്പ ദർശനമെന്ന് പറയുന്നത് തന്നെ ഒരു ഊർജ്ജമാണ്. അപ്പോൾ അത് നമ്മളിവിടെ വന്ന് ഊർജ്ജത്തേക്കുള്ള അപ്പുറത്ത് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് പോകുന്നവർക്ക് ഒരായുഷ്കാലം മുഴുവൻ ആ ഒരു ഊർജ്ജം കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പോലീസൊക്കെ വന്ന് സെൽഫി എടുക്കുന്നുണ്ട്. അല്ല, തീർച്ചയായും പ്രത്യേകം എനിക്ക് തോന്നുന്നു ഇത്തവണ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ഭക്തജന തിരക്കായിരുന്നു. അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു സംവിധാനത്തിലൂടെ തിരക്ക് നിയന്ത്രിച്ച് വരുന്നവർക്കെല്ലാം ഭംഗിയായിട്ട് തൊഴാനുള്ളൊരു അവസരം ഇത്തവണ ഇതുവരെ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഇനി പോകെ വലിയ തിരക്ക് വന്നാൽ എങ്ങനെയാവും എന്നറിയില്ല. എന്നാൽ പോലും ഇതുവരെ ഞാൻ കണ്ടത് വളരെ നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് സന്നിധാനത്തിൽ. പ്രത്യേകം പറയേണ്ടത് പവിത്രം ശബരിമല എന്ന പദ്ധതി, പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കണ്ടു. വളരെ നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയായിട്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു അല്ലേ? അതെ അതെ. ഇനിയിപ്പോൾ വരുന്നവരാണ് നോക്കേണ്ടത് ഇതുപോലെ. കൂടാരൊക്കെ വന്നു? കൂടാരൊക്കെ 2 സഹായികളുണ്ട്. പിന്നെ എൻ്റെ പെങ്ങളുടെ മക്കള്, 2 പെങ്ങന്മാരുടെ ഓരോ മക്കൾ വെച്ചുണ്ട്. പിന്നെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ മോനുണ്ട്. 18 പടി കയറിയ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? 18 പടി കൈക്ക് പിടിച്ച് അവർ കയറുന്നതാണ് ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഒരു വലിയൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് 18 പടികളും. അയ്യപ്പൻ്റെ മുന്നിൽ ചെന്ന് ആ ഒരു നിമിഷം നമുക്ക് മനസ്സിലെന്താ തോന്നിയത്? മനസ്സിൽ അയ്യപ്പൻ മാത്രമേ തോന്നുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. കാരണം ശരണം വിളികൾക്കിടയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അയ്യപ്പനെ കാണുമ്പോൾ ഉള്ളൊരു അനുഭവം എന്ന് പറയുന്നത് അത് കണ്ടവർക്ക് പ്രത്യേകം പറയുമ്പോൾ അറിയാൻ പറ്റും, കാണാത്തവർ വന്ന് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. മലകയറ്റം ബുദ്ധിമുട്ടായിരുന്നോ? മലകയറ്റം അറിയാമല്ലോ, ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഠിനമാണ്. പക്ഷേ നമ്മൾ സമയമെടുത്ത് പയ്യെ ഓരോ പോയിന്റിലും ഇരുന്നും നിന്നും ഒക്കെ കാത്തുനിന്ന് സാവകാശം കയറി. പിന്നെ കൂടെ വന്നവർ കുറച്ചെടുത്തു, അങ്ങനെയൊക്കെ വന്നു. ഡോളി ഉപയോഗിച്ചില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? അതെ. മല നടന്നു കയറണം തന്നെ നമ്മൾ വിചാരിച്ചു. അല്ല, അങ്ങനെ മുഴുവൻ നടന്നു കയറണം എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ആരുടെയും സഹായമില്ലാതെ നടന്നു കയറിയിട്ടുമുണ്ട്. അത് അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം അല്ലേ? എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം എന്നാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗിന്നസ് പക്രു പറയുന്നത്. അദ്ദേഹം ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി അദ്ദേഹത്തിൻ്റെ സഹായികളോടും ഒപ്പം തന്നെ മറ്റ് ബന്ധുമിത്രാദികളോടും ഒപ്പം എത്തിയാണ് ഗിന്നസ് പക്രു ഈ ഒരു ശബരിമല ദർശനം നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം മലയിറങ്ങുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.